പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ വീണ്ടും കോട്ടയം മുനിസിഫ് കോടതി ഇന്നലെ ഇൻജങ്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചു. ക്നാനായ സമുദായ മെത്രാപ്പൊലീത്ത മോർ സെവേറിയോസ് തിരുമേനിക്കെതിരായി പാത്രിയാർക്കീസ് ബാവ 2024 മെയ് 11 തീയതി പുറപ്പെടുവിച്ച കൽപ്പനകളിലും മെയ് 17 തീയതി പുറപ്പെടുവിച്ച മുടക്ക് കൽപ്പനയിലും പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു നടപടികളും സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് എതിരെ കൈക്കൊള്ളരുതെന്ന് ഒരു ഇൻജങ്ഷൻ ഉത്തരവ് മൂലം വിലക്കിക്കൊണ്ടാണ് കോട്ടയം മുനിസിഫ് കോടതി ഉത്തരവായത്. സമുദായ വിശ്വാസി OT ജേക്കബ് നൽകിയ ഹർജിയിലാണ് കോടതി ഇൻജങ്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ക്നാനായ സമുദായത്തിൽ 2024 ഏപ്രിൽ 17 തീയതി പാത്രിയാർക്കീസ് ബാവയുടെ ഒരു കൽപ്പന സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് വരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ ഹഷ ആഴ്ചയിൽ ഓർത്തഡോക്സ് വൈദികരെ പള്ളിയിൽ കയറ്റി കുർബാന ചൊല്ലിച്ചുവെന്നും അപ്രേം സെമിനാരിയിൽ കോട്ടയം കത്തോലിക്ക ബാവ വന്നുവെന്നും വികാരി ജനറൽ ദേവാലയങ്ങളിൽ വലിയ മെത്രാപ്പൊലീത്ത എന്ന് തുബ്ദേനിൽ വായിക്കണമെന്ന് സർക്കുലർ ഇറക്കിയെന്നും അമേരിക്കയിൽ മുടക്കിയ വൈദികർ നാട്ടിൽ വന്ന് കുർബാന ചൊല്ലിയെന്നും തുടങ്ങിയ കാര്യങ്ങൾ ബാവ അറിഞ്ഞു. സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കകം മറുപടി തരണമെന്നാണ് കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്. ബാവ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ക്നാനായ കമ്മിറ്റിയും വികാരി ജനറാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉള്ളതിനാൽ ഏപ്രിൽ 18 തീയതി തന്നെ സമുദായ മെത്രാപ്പൊലീത്ത ക്നാനായ കമ്മിറ്റിക്ക് ബാവയുടെ കൽപ്പന എൻഡോഴ്സ് ചെയ്ത് തിരികെയും ബാവ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കമ്മിറ്റിക്ക് പറയാനുണ്ടെങ്കിൽ 5 ദിവസത്തിനകം അതിന്റെ വിശദീകരണം സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് തരണമെന്നുമാണ് ആ കത്തിന്റെ ഉള്ളടക്കം. അന്നു തന്നെ ക്നാനായ കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ച് ഏപ്രിൽ 23 തീയതി ക്നാനായ കമ്മിറ്റി കൂടി ഏപ്രിൽ 26 തീയതി സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് 11 പേജിൽ വിശദമായ റിപ്പോർട്ടും കൊടുത്തു. ബാവ മറുപടി തരണമെന്ന് പറഞ്ഞ ഡേറ്റിന് മുൻപ് തന്നെ സമുദായ മെത്രാപ്പൊലീത്ത കമ്മിറ്റിയുടെ 11 പേജുള്ള ലെറ്ററും സമുദായ മെത്രാപ്പൊലീത്തയുടെ 5 പേജുള്ള ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തെളിവുകളും വെച്ച് മെയ് 1 തീയതി ബാവയ്ക്ക് മറുപടി കൊടുത്തു. ഇതിന് മറുപടിയായി മെയ് മാസം 12 തീയതി ബാവയുടെ 2 കൽപ്പനകൾ പുറത്തു വന്നു. ഒരു കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് സമുദായ മെത്രാപ്പൊലീത്ത ബാവയ്ക്ക് കൊടുത്ത കത്ത് തൃപ്തികരമല്ല എന്നാണ്. ഞാൻ നിനക്ക് തന്ന ലെറ്റർ എന്തിന് കമ്മിറ്റിക്ക് കൊടുത്തു? കമ്മിറ്റി പറയുന്നതാണോ നീ കേൾക്കുന്നത്? നിങ്ങളുടെ ഭരണഘടന അന്ത്യോഖ്യ സിംഹാസനത്തിന്റെ അധികാരത്തിനും മേൽക്കോയ്മയ്ക്കും വിധേയമാണെന്നും എന്തായാലും നിങ്ങൾക്ക് എതിരായ പരാതികൾ ഇപ്പോൾ സാധുവാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്നും പറയുന്നു. ഓർത്തഡോക്സ് വൈദികരുടെ സേവനം പ്രയോജനപ്പെടുത്തിയ USA ഇടവകക്കാർക്ക് എതിരെ നടപടിയെടുത്തില്ല എന്നും ഞാൻ തിരിച്ചെടുത്ത പദവികൾ ക്നാനായ അസോസിയേഷൻ തിരിച്ചു തന്നത് അത് സർക്കുലർ മൂലം വികാരി ജനറൽ പള്ളികളിൽ അയച്ചത് അംഗീകരിക്കുന്നില്ല എന്നും വികാരി ജനറലിനെതിരെ നടപടിയെടുത്തില്ല എന്നും അമേരിക്കയിൽ ഹഷ ആഴ്ച ഓർത്തഡോക്സ് വൈദികൻ വന്നത് അംഗീകരിക്കുന്നില്ല എന്നും ആയതിനാൽ നിങ്ങൾ എന്റെ മുൻപിൽ ലെബനോനിൽ വരണം, അല്ലാത്ത പക്ഷം മെയ് 16 തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാവുന്നതാണെന്നും കൽപ്പനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കൽപ്പനയിൽ പറയുന്നത് ക്നാനായ അസോസിയേഷനിൽ ഭരണഘടനാ ഭേദഗതി നടത്തുന്നത് അന്ത്യോഖ്യയുടെ അധികാരത്തെ കളയുന്നതിന് വേണ്ടിയാണെന്നും അതിന് സമുദായ മെത്രാപ്പൊലീത്ത എന്തിന് അനുവാദം കൊടുത്തു എന്നും ഭരണഘടനാ ഭേദഗതി മീറ്റിംഗ് കൂടാൻ പാടില്ലെന്നും അനുവാദം പിൻവലിച്ച് കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ മെയ് 14 മുൻപ് പ്രസിദ്ധീകരിക്കണമെന്നും മെയ് 15 മുൻപ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന്റെ കോപ്പി ഞങ്ങൾക്ക് അയച്ചു തരണമെന്നും കൂടാതെ കോട്ടയം കോടതിയിൽ മാർക്കോസ് ചാലമ്പറമ്പിൽ, റെനി എബ്രഹാം എന്നിവർ സമർപ്പിച്ച കേസ് നീ വേണ്ട വിധം നടത്താഞ്ഞതുകൊണ്ടാണ് കോടതി സ്റ്റേ ചെയ്തത്. 2023 ഒക്ടോബർ 24 തീയതി നടന്ന അസോസിയേഷൻ യോഗത്തിൽ റെനി എബ്രഹാമിനെയും മാർക്കോസ് ചാലുപറമ്പിലിനെയും നിന്റെ അനുവാദത്തോടെയാണോ കയറ്റിയതെന്നും 16 മെയ് 2024 അതിനു മുൻപോ മുകളിൽ സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും രേഖാമൂലം വിശദീകരണം നൽകാൻ ബാവയുടെ കൽപ്പനയിൽ പറഞ്ഞിരുന്ന പ്രകാരം പത്രത്തിൽ വാർത്ത കൊടുക്കുകയും ആ പത്ര കട്ടിങ് ബാവയുടെ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബാവയുടെ ആവശ്യപ്രകാരം മലങ്കര യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തൻ സിനഡ് വിളിച്ചുകൂട്ടുകയും സിനഡിൽ ക്നാനായ സമുദായ മെത്രാപ്പൊലീത്തയെയും 2 സഹായന്മാരെയും ക്ഷണിച്ചു വരുത്തി അവിടെ ഒരു തീരുമാനമെടുത്തു. മെത്രാന്മാരുടെ ഒരു അനുരഞ്ജന കമ്മിറ്റിയെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഈ അനുരഞ്ജന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 16 തീയതി നടന്ന ചർച്ചയിൽ അന്ത്യോഖ്യ സിംഹാസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ക്നാനായ അസോസിയേഷനിൽ ചർച്ചയ്ക്ക് എടുക്കുകയില്ല എന്ന ഒരു ധാരണയുണ്ടായി. ഈ കാര്യങ്ങൾ ബാവയെ 16 തീയതിയിലെ വീഡിയോ കോൺഫറൻസിന് മുൻപ് രേഖാമൂലം സമുദായ മെത്രാപ്പൊലീത്ത അറിയിക്കുകയും ചെയ്തതാണ്. കൂടാതെ 16 തീയതി 6 മണിക്ക് നടന്ന വീഡിയോ കോൺഫറൻസിൽ വെച്ച് സമുദായ മെത്രാപ്പൊലീത്ത ഇക്കാര്യം ബാവയോട് പറയുകയും ബാവ യു ഗോ എഹെഡ് എന്ന് പറയുകയും ചെയ്തതാണ്.
ആ വീഡിയോ കോൺഫറൻസിന് ശേഷം സമുദായ മെത്രാപ്പൊലീത്തയും കമ്മിറ്റി അംഗങ്ങളും ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായി നടന്ന കാര്യങ്ങൾ സമുദായ ജനത്തോട് പ്രസ്താവിക്കുകയും ചെയ്തതാണ്. സമുദായ മെത്രാപ്പൊലീത്തയുടെ വീഡിയോ കോൺഫറൻസിന് ശേഷം 12 മണിക്കൂറിനകം 17-ാം തീയതി രാവിലെ സമുദായ മെത്രാപ്പൊലീത്തയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബാവയുടെ കൽപ്പന വരുന്നു. കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് അമേരിക്കയിൽ ഓർത്തഡോക്സ് വൈദികർ കുർബാന ചൊല്ലിയതിലും ഓർത്തഡോക്സ് കാത്തോലിക്ക ബാവ അപ്രേം സെമിനാരിയിൽ വന്നതിനും നിങ്ങളുടെ അറിവില്ലായ്മയും സമ്മതമില്ലായ്മയുമാണ് വികാരി ജനറൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആ സർക്കുലറുകൾ പുറപ്പെടുവിച്ചതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല എന്നുമാണ് ആരോപണം. ജ്ഞാനായ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും ചീഫ് മെത്രാപ്പൊലീത്തയും എന്ന നിങ്ങളുടെ പദവി തിരിച്ചെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. സസ്പെൻഷൻ കാലയളവിൽ ജ്ഞാനായ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും സമുദായ മെത്രാപ്പൊലീത്തയും എന്ന നിലയിലുള്ള നിങ്ങളുടെ എല്ലാ അധികാരങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. ഞങ്ങളിൽ നിന്നുള്ള തുടർ നടപടികളും ഉത്തരവുകളും എല്ലാ മെത്രാൻ പൗരോഹിത്യ പ്രവർത്തനങ്ങളിൽ നിന്നും ചുമതലകളിൽ നിന്നും നിങ്ങളെ നീക്കം ചെയ്യുന്നു. സമഗ്രമായ ആലോചനയ്ക്ക് ശേഷം നിങ്ങളുടെ പശ്ചാത്താപത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പശ്ചാത്താപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സസ്പെൻഷൻ ഞങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യും. പിന്നീട് സമുദായം താൽക്കാലികമായി ഭരിക്കാൻ ഉചിതമായ ഒരു വ്യക്തിക്ക് ഞങ്ങൾ ചുമതല നൽകിയേക്കാം. ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ചുരുക്കത്തിൽ പാത്രിയാർക്കീസ് ബാവയെ ജ്ഞാനായ സമുദായം ഓടിച്ചു.